കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് ജീവൻ നഷ്ടമായ ഡി ബിന്ദുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് നാട്. തലയോലപ്പറമ്പ് ഉമാംകുന്നിലെ വീട് വികാര നിർഭര രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. കുടുംബത്തിന്റെ നെടും തൂണായ ബിന്ദുവിന്റെ വേർപാടിൽ ഉള്ളുലഞ്ഞു നിൽക്കുകയാണ് ബന്ധുക്കൾ. ബിന്ദുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വീട്ടിലേക്ക് നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉറ്റവരെ ആശ്വസിപ്പിക്കാനാകാതെ നാടാകെ കണ്ണീരണിയുന്ന കാഴ്ചകളാണ് വീട്ടിൽ. ഇതുപോലെ കരയേണ്ടി വരുവേ എന്റെ പൊന്ന് സാറേ, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്, എന്റെ മോനെ, എന്റെ കുഞ്ഞ്, എന്റെ ചതഞ്ഞാലും പോയാ അവിടെ നാളെ കിടന്നല്ലേ. 11 മണിയോടെയാണ് ബിന്ദുവിന്റെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. അശ്വിൻ പാലാഴി, നിതിൻ അംബുജൻ എന്നിവർ മരിച്ച ബിന്ദുവിന്റെ തലയോലപ്പറമ്പിലെ വീട്ടിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിതിൻ, ഈ കാഴ്ച വേദനിപ്പിക്കുന്നതാണ്. അവരുടെ ആശ്രയവും ആ കുടുംബത്തിന്റെ നെടും തൂണുമായിരുന്നു ബിന്ദു. അപ്രതീക്ഷിതമായ ഈ വേർപാട് കുഞ്ഞുങ്ങൾക്ക് താങ്ങാനാകുന്നില്ല. നാട്ടുകാരും അതേ വേദനയിൽ ആ വീട്ടിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിതിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് സംസ്കാരം നടക്കുക? ജി കെ പറഞ്ഞ പോലെ തന്നെ കരളലിയിപ്പിക്കുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത്. രാവിലെ 8:30 ബിന്ദുവിൻ്റെ ഭൗതിക ശരീരം തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വീട്ടിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത്, പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് പൊതുദർശനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2 മണിക്കൂറിലേക്ക് അടുക്കുകയാണ് പൊതുദർശനം ആരംഭിച്ചിട്ട്. 11 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് മുന്നോടിയായി KPC അധ്യക്ഷനും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളടക്കം ഇവിടെ വരുമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ അടുത്ത ബന്ധുക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരെല്ലാം തന്നെ ഇപ്പോൾ ബിന്ദുവിന് അവസരമായി ഒരു നോക്ക് കാണാനായി ഇവിടെയുണ്ട്. രാവിലെ നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ്. കരളലിയിപ്പിക്കുന്ന കാഴ്ചയാണ്. സീതാലക്ഷ്മി, ബിന്ദുവിൻ്റെ അമ്മ സീതാലക്ഷ്മിയും അതോടൊപ്പം തന്നെ മക്കൾ നവനീതും നവമിയും ഇവിടെ ഏതാണ്ട് മണിക്കൂറോളം അവർക്കൊപ്പം ഇരുന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നവമി താഴെ വീട്ടിലേക്ക് പോയിരിക്കുന്നത്. കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് ബിന്ദു. അതുകൊണ്ട് നാട്ടുകാർക്ക് ഏത് നിലയിൽ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കണമെന്ന് പറയാൻ വാക്കുകളില്ല. കാരണം ആ നിലയിലൊരു ദുഃഖകരമായ സാഹചര്യത്തിലാണ് കുടുംബം കടന്നു പോകുന്നത്. ദിവസവേതനം ഏതാണ്ട് 300 രൂപ മാത്രമുള്ള ദിവസവേതനം മാത്രമാണ് ആ കുടുംബത്തിന് ഉണ്ടായിരുന്നത്. അത് വർഷങ്ങളായി ബിന്ദു മാത്രമാണ് ഈ വീട്ടിൽ ഒരു ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ മകൻ ഏതാണ്ട് 1 മാസം മുൻപ് ജോലിക്ക് പോയി. ഇപ്പോൾ മകൻ കഴിഞ്ഞ ദിവസം ഇവിടെ തിരികെ തലയോലപ്പറമ്പിലേക്ക് വന്നിരുന്നു. പക്ഷേ അന്ന് നവമി ആശുപത്രിയിലായതിനാൽ അമ്മയെ കാണാൻ സാധിച്ചില്ല. ആദ്യ ശമ്പളവുമായിട്ടാണ് മകൻ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് വന്നത്. പക്ഷേ അങ്ങനെ അമ്മയെ കാണാൻ പറ്റാതെ തുടർന്നാണ് ഇന്നലെ ഇവിടെ വരാൻ തീരുമാനിച്ചത്. അതിനിടയിലാണ് ഈ ദുഃഖകരമായൊരു അപകടം ഉണ്ടായത്. കുടുംബത്തിന് താങ്ങാൻ പറ്റുന്നതല്ല. കാരണം ബിന്ദു എന്നത് ഈ വീടിൻ്റെ ഏക തണലായിരുന്നു. ഭർത്താവിന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. അങ്ങനെ കുടുംബത്തിൻ്റെ താങ്ങും തണലുമായ ഒരു ആളാണ് ബിന്ദു. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവളാണ്. ഈ വിയോഗം കുടുംബത്തിന് എങ്ങനെ താങ്ങാൻ പറ്റുമെന്നത് ഇപ്പോഴും നമുക്ക് അറിയില്ല. കാരണം രാവിലെ കണ്ടിരുന്നു, ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടിയാണ് നമ്മൾ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ കണ്ടത്. കാരണം അമ്മയും മക്കൾ നവനീതും നവമിയും ഇവരുടെ എല്ലാം നിലവിളികൾ നമ്മളെ ഹൃദയത്തെ ഉലയ്ക്കുന്നതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ഈ മരണ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അമ്മ സീതാലക്ഷ്മി അവിടെ വീണുപോയിരുന്നു. അതിനുശേഷം പിന്നീട് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി നിരവധി പേർ വന്നു. പക്ഷേ അവർക്കെല്ലാം തന്നെ എന്ത് വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ല. 2 മുറി വീടാണ്. വീട് പണി പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ആ ഒരു നിലയിലുള്ളൊരു വീട്, അവിടെ സ്ഥലപരിമിതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല കുടുംബത്തിന് കൃത്യമായ ഒരു ധനസഹായം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പരാതി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു ബിന്ദു. പക്ഷേ ആ ഒരു ആശ്രയമാണിപ്പോൾ ചലനമറ്റ ഈ ഒരു നിലയിൽ വീട്ടുകാർക്ക് മുന്നിൽ ഇപ്പോൾ കിടക്കുന്നത്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. നമുക്കറിയാം, സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായി ഇപ്പോൾ പൊതുദർശനമുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. അതിൽ കാണാനായി നിരവധി പേരാണ് രാവിലെ 8 മുതൽ തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 100 കണക്കിന് ആളുകൾ ഇപ്പോൾ ബിന്ദുവിനെ കാണാനായി ഈ വീട്ടിലേക്ക് വരുന്നു. അല്പസം മുമ്പ് തന്നെ ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ
CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നു. ജില്ലാ കളക്ടർ അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കുടുംബം അത്തരമൊരു അനാസ്ഥ സംബന്ധിച്ചൊരു പരാതിയും തന്നെ നൽകിയിട്ടില്ല. ഇന്ന് രാവിലെ ബിന്ദുവിൻ്റെ ഭർത്താവ് വലിയ പരാതിയായിരുന്നു ഈ സംഭവത്തിനെ തുടർന്ന് ഉന്നയിച്ചത്. രക്ഷാപ്രവർത്തനം കൃത്യസമയത്ത് നടത്തിയിരുന്നെങ്കിൽ ബിന്ദുവിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. മാത്രമല്ല കടുത്ത അനാസ്ഥ അധികൃതരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ മന്ത്രിയും അതോടൊപ്പം മറ്റു ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിരുന്നു അത് ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അങ്ങനെയായിരുന്നില്ല. കഴിഞ്ഞ ദിവസവും അതിന് മുൻപത്തെ ദിവസങ്ങളിലും തന്നെ അവിടുത്തെ ആളുകൾ അവിടെ ആ ഒരു ശുചിമുറി ഉപയോഗിച്ചിരുന്നു. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഈ ഒരു സംഭവത്തിന് വിശദീകരണമായി രംഗത്ത് വരുന്നതാണ് ബിന്ദുവിൻ്റെ ഭർത്താവ് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷേ അത്തരമൊരു പരാതികൾ തനിക്ക് നൽകിയിട്ടില്ല എന്നാണ് കലക്ടർ നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി അദ്ദേഹം ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഒരു കൃത്യമായ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ തുടർ നടപടി ഉണ്ടാവുകയുള്ളൂ. അതിനിടയിൽ സർക്കാരിൻ്റെ ഭാഗത്തും അടിയന്തരമായി ഈ കുടുംബത്തിന് നീതി ലഭിക്കേണ്ടതുണ്ട്. അതിനായി തുടർ ചികിത്സയും അതോടൊപ്പം തന്നെ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പ്രഖ്യാപിക്കണം. അതിൻ്റെ നടപടികൾ ഉണ്ടാകുമെന്നാണ് ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. എന്തായാലും നേരത്തെ GK പറഞ്ഞ പോലെ തന്നെ ദുഃഖകരമായൊരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. കാരണം മണിക്കൂറുകളായി ഈ കുടുംബത്തിന് ഈ ഒരു വാർത്ത അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഉച്ചക്കാണ് ഈ മരണവിവരം വീട്ടുകാർ അറിയുന്നത്. അതിനുശേഷം നിരവധി പേർ വീട്ടിലേക്കും കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവർക്കെല്ലാം തന്നെ നിസ്സഹായരായി മടങ്ങേണ്ട അവസ്ഥയാണുള്ളത്. കാരണം ആ അമ്മയുടെ കരച്ചിൽ നിലവിളി നമ്മൾ കേട്ടിരുന്നു. അല്പസമയം തന്നെ അമ്മയെ സന്ദർശിക്കാനായി ജില്ലാ കളക്ടർ പോയപ്പോൾ നിലവിളി വിളിച്ച് കരയുകയായിരുന്നു. അതായത് ഇനി ആർക്കും ഈ ഒരു അവസ്ഥ വരരുത്, മാത്രമല്ല ആ ഒരു ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്കിലേക്ക് ആരും പ്രവേശിപ്പിക്കരുതെന്നായിരുന്നു ജില്ലാ കളക്ടറോട് ആ അമ്മ ആവശ്യപ്പെട്ടത്. എന്തായാലും കളക്ടർ അടക്കം ഇപ്പോൾ ഇവിടുന്ന് മടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ പൊതുദർശനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു. അല്പസമയത്തിനും സംസ്കാര ചടങ്ങുകൾ നടക്കും. വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ്, വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങളെല്ലാം ഇപ്പോൾ